ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ എല്ലാവർക്കും സുഖമല്ലേ? ഞാൻ സുഖമായിട്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ രാവിലത്തെ കുറച്ച് വിശേഷങ്ങളായിട്ടാണ് നിങ്ങൾ മുമ്പിൽ ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ രാവിലെ സാധാരണ പോലെ എപ്പോഴും ഉള്ള പോലത്തെ ഒരു ദിവസമാണ് കേട്ടോ. പിന്നെ ഇത്തിരി വൈകിട്ടാണ് കേട്ടോ ഇന്ന് ഞാൻ ഉറങ്ങണീച്ചത്. സുബഹി നിസ്കാരം പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞിട്ട് കുറച്ച് നേരം ഒന്ന് കടന്നു കേട്ടോ. പിന്നെ എണീക്കുമ്പോഴത്തേക്ക് ഒത്തിരി ലേറ്റായി, ഒരു 8 മണി ആയിട്ടുണ്ടാവും. പിന്നെ എല്ലാം ചടപടയായിരുന്നു. അപ്പോൾ ഞാൻ ആദ്യം തന്നെ മോനിക്ക് കുളിക്കാനുള്ള വെള്ളം വെച്ചിന് കേട്ടോ. പിന്നെ പത്തിൽ ഇങ്ങനെ കുഴച്ചെടുത്ത്. അപ്പോൾ രാവിലെ പത്തിലും അതുപോലെ തന്നെ ചെമ്മീൻ ഇന്നലെ വാങ്ങിയിട്ട് തൊലിയെല്ലാം കളഞ്ഞിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചെമ്മീൻ ഫ്രൈയും ആക്കാമെന്ന് വിചാരിച്ചിട്ട്. പിന്നെ ഉച്ചത്തേക്ക് ഇന്നലത്തെ തലേന്നലത്തെ മീൻ കറി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുതന്നെ മതി, വേറെ ഒന്നും ഉണ്ടാക്കണ്ടെന്ന് കരുതി. ഒന്നാമത് ലേറ്റായ സമയത്ത് നമുക്ക് ഇനിയിപ്പം എല്ലാം ഉണ്ടാക്കാൻ കഴിഞ്ഞാൽ ഒത്തിരി സമയം പിടിക്കും. അപ്പം ഞാൻ പത്തിൽ ചുടുന്നുണ്ട്. അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ കേട്ടോ. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ലൈക്കും കൂടി ചെയ്യാൻ മറക്കല്ലേ. ഇനി ഒരു മാസം കൂടി കഴിഞ്ഞാൽ റമദാൻ അങ്ങെത്തി. അപ്പോൾ ഒരുപാട് ക്ലീനിങ് വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ കണ്ട് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ നമ്മളെ യൂട്യൂബ് ഫാമിലി 737 സബ്സ്ക്രൈബർ ആയിട്ടുണ്ട്. ഇൻഷാ അല്ലാ 1K അടിക്കണം എന്ന് വിചാരിക്കുന്നു. എത്രയും പെട്ടെന്ന് പഠിച്ചോനെ സാധിച്ചു തരട്ടെ. അപ്പം ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട്. അപ്പോൾ ചെമ്മീൻ ചാപ്സിന് വേണ്ട കാര്യങ്ങളെല്ലാം ഞാനിവിടെ കട്ട് ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. പിന്നെ എൻ്റെ എല്ലാ വീഡിയോയിലും ഒരാൾ കമൻറ്റ് ഇടാറുണ്ട് ഗ്ലൗസ് ഇടാൻ വേണ്ടിയിട്ട്. അപ്പം അത് അവർ പറയുന്നത് ശരിയാണ്. ഗ്ലൗസ് ഇടുന്നത് കൊണ്ട് നമ്മളെ കൈകളിൽ നല്ല എന്താ പറയുക സംരക്ഷണം ഉണ്ടാവും. പിന്നെ അലർജിയോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. പക്ഷേ അത് നമ്മൾ ഡെയിലി യൂസ് ചെയ്യാതെ കൊണ്ട് തന്നെ നമുക്കതൊരു ഡെയിലി ഇടുമ്പം അതിൻ്റേതായ ബുദ്ധിമുട്ടുണ്ട്. അപ്പം ഇടുന്നവരെ ഉണ്ടായിരിക്കാം. പക്ഷെ നമ്മൾ ഇതുവരെ ഇട്ട് ജോലി ചെയ്യാത്തത് കൊണ്ട് പെട്ടെന്ന് ഇടുമ്പം അതൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നുണ്ട്. അപ്പോൾ എല്ലാ വീഡിയോയിലും കമൻറ്റ് ചെയ്യുന്നതുകൊണ്ട് അവരോട് ഒരു മറുപടി ആയിട്ട് പറയുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പം നമുക്കതൊരു പെട്ടെന്നൊരു ബുദ്ധിമുട്ടുണ്ട്. കാരണം നമ്മൾ ഇതുവരെ ചെയ്യാത്തൊരു കാര്യം, അപ്പോൾ കൈ കൊണ്ട് നമ്മൾ ചെയ്തു കൊടുക്കുന്ന ഒരു കാര്യം പെട്ടെന്നൊരു ഗ്ലൗസ് ഇടുമ്പം അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് ഉണ്ട്. പിന്നെ രാവിലെ തന്നെ നമ്മളെ മക്കളെ സ്കൂളിലേക്കുന്ന സമയത്തും ഇങ്ങനെ ചടപടയുള്ള പണികൾ എടുക്കുന്ന സമയത്തും നമുക്കത് ഓർമ്മ വരണമെന്നില്ല.
അങ്ങനെ രാവിലത്തെ പത്തിലും അതുപോലെ തന്നെ ചെമ്മീൻ ചാപ്സും അതുപോലെ തന്നെ ചോറും ഞാൻ തിളച്ച ശേഷം റൈസ് കുക്കറിൽ വേവിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ക്ലീനിങ് പരിപാടി ഇട്ട് അതിന് അടുത്തതുള്ളത്. അപ്പോൾ ഞാൻ എല്ലാ കൗണ്ടർ ടോപ്പും അതുപോലെ തന്നെ ഗ്യാസ് അടുപ്പും എല്ലാം തുടച്ചെടുത്ത് കഴിഞ്ഞാൽ ഇനി ഞങ്ങൾക്ക് പാത്രം കൂടി കഴുകാനുണ്ട്. അപ്പം പിന്നെ ക്ലീനിങ് പരിപാടിയെല്ലാം കഴിയുമ്പോഴേക്കും എൻ്റെ ചോറ് ഇവിടെ വെന്ത് വന്നിട്ടുണ്ടായിന്. അപ്പോൾ ഞാനത് വാർക്കും കൂടി ചെയ്തിട്ടുണ്ട്. ഇനി കുറച്ച് പാത്രം കൂടി കഴുകാനുണ്ട്. രാവിലത്തെ ചായ കുടിച്ച പാത്രമെല്ലാം ഉണ്ട് ഇത്ര. പിന്നെ അതിൻ്റെ ഇടയിൽ മോന് സ്കൂളിലെല്ലാം പോയിന് കേട്ടോ. മോനിക്ക് ഇന്ന് മദ്രസ ഉണ്ടായിട്ടാ, അതുകൊണ്ടാണ് ഇത്ര ലേറ്റ് ആയാലും. മദ്രസ ഉണ്ടെങ്കിൽ പിന്നെ മോനെ അയച്ചാൽ കടന്നുറങ്ങാറില്ല. അപ്പം ഞാൻ പാത്രങ്ങളെല്ലാം ഉണ്ട്, അതെല്ലാം ഒന്ന് കഴുകിയെടുക്കുന്നുണ്ട്. ഇനി പാത്രമെല്ലാം കഴുകി എടുത്തിട്ട് വേണം പിന്നെ നനക്കാൻ വേണ്ടിയിട്ട്. വെയിൽ പോകുമ്പോഴത്തേക്കും കുറച്ച് നനക്കാനുണ്ട്. അപ്പം ഉള്ളിലത്തെ പണിയെല്ലാം ഒന്ന് കഴിഞ്ഞ ശേഷം പിന്നെ അടിക്കലും ഞാൻ തുടക്കലെല്ലാം ഒന്ന് കഴിഞ്ഞിന് കേട്ടോ. അടിക്കലും തുടക്കലും കഴിഞ്ഞ ശേഷം പിന്നെ ഞാൻ നേരെ പുറത്തേക്ക് പോയിട്ട് അലക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഇന്നത്തെ വീഡിയോയിൽ ഫുള്ളായിട്ട് എനിക്ക് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടാണ്. കാരണം മോന് എഴുന്നേറ്റ പിന്നെ കുറച്ച് വാഷിങ് കാര്യങ്ങളെല്ലാം ഉണ്ടായിന്. അപ്പോൾ മാക്സിമം എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ ഞാൻ കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നനച്ചിട്ട് ആർത്തിട്ടും കൂടി കഴിഞ്ഞാൽ പിന്നെ മോനെ കുളിപ്പിക്കാൻ അങ്ങനത്തെ എല്ലാം ഉണ്ട് ഇത്ര. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.